നമസ്കാരം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. മുൻപുള്ള ക്ലാസ്സുകളിൽ പഠിച്ചത് എക്സ്പെരിമെൻ്റൽ എക്സ്പെരിമെൻറ്റ്സ്, ക്രോമോസോമൽ തിയറി, സെക്സ് ഡിറ്റർമിനേഷൻ, പെഡിഗ്രി അനാലിസിസ് തുടങ്ങിയവയാണ്. ഇനി ഈ ജനിതകപരമായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയാണ് പറയാനുള്ളത്. പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറഞ്ഞ് ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, മറ്റു അസുഖങ്ങളല്ലാതെ ജനറ്റിക്കലി ഉണ്ടാകുന്ന ജീനിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ദ ഡിസോർഡേഴ്സ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ജീൻ ഓർ ക്രോമോസോം. ജീൻ അല്ലെങ്കിൽ ക്രോമോസോമിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഡിസീസാണുള്ളത്. ഒന്ന് മെൻഡേലിയൻ ഡിസോർഡർ, മറ്റത് ക്രോമോസോമൽ ഡിസോർഡർ. മെൻഡേലിയൻ മീൻസ് മെന്റൽ പറഞ്ഞ പോലെ ട്രാൻസ്ഫേർഡ് ഫ്രം പാരൻസ് ടു ഓഫ്സ്പ്രിങ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ. ഇപ്പോൾ ഗ്രിഗർ മെന്റലിന്റെ ഇതുപോലെ കണ്ടുപിടുത്തം പോലെ ഉള്ള ആ ടൈപ്പ് ഡിസീസിനെയാണ് മെൻഡേലിയൻ ഡിസീസ് എന്ന് പറയുന്നത്, മെൻഡേലിയൻ ഡിസോർഡർ. അതിൽ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഫിനൈൽ കീറ്റോണൂറിയ, തലസീമിയ, അതേപോലെ സിസ്റ്റിക് ഫൈബ്രോസിസ്, ഇങ്ങനെ 6 ഡിസീസാണ് മെൻഡേലിയൻ ഡിസോർഡർ ഉള്ളത്. ക്രോമോസോമൽ ഡിസോർഡർ ആണെങ്കിൽ ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം ആൻഡ് ക്ലൈനിഫെൽട്ടർ സിൻഡ്രോം ഇവയാണ് ഉള്ളത്. അപ്പോൾ ആദ്യം മെൻഡേലിയൻ ഡിസോർഡർ നമുക്ക് നോക്കാം. ദ ഡിസോർഡേഴ്സ് കോസ്ഡ് ബൈ ആൾട്ടറേഷൻ ഓർ മ്യൂട്ടേഷൻ ഇൻ ദ സിംഗിൾ ജീൻ. ഒരു സിംഗിൾ ജീനിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് അസുഖമാണെന്ത് ഈ മെൻഡേലിയൻ ഡിസോർഡറിൽ വരുന്നത്. ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്, സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽ കീറ്റോണൂറിയ, തലസീമിയ, സിസ്റ്റിക് ഫൈബ്രോസിസ് ഇവയ്ക്കാണ് എക്സാമ്പിൾ. ദ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് മെൻഡേലിയൻ ഡിസോർഡർ ക്യാൻ ബി ട്രേസ്ഡ് ഇൻ എ ഫാമിലി ബൈ പെഡിഗ്രി അനാലിസിസ്. ഈ അസുഖം എങ്ങനെ ഉണ്ടാവുന്ന പറഞ്ഞത് ഒരു ഫാമിലിയിൽ ഉണ്ടാവും. അത് പെഡിഗ്രി ചാർട്ട് വഴി നമുക്ക് ക്ലിയർ ആക്കി കിട്ടുന്നതുമാണ് ഈ അസുഖങ്ങൾ. അപ്പോൾ അതിൽ നമുക്ക് ഓരോന്ന് നോക്കാം. വേറൊരു കാര്യം എന്താ പറയുന്നത്, മെൻഡേലിയൻ ഡിസോർഡേഴ്സ് മേ ബി ഡോമിനൻ്റ് ഓർ റെസീവ്. മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ഡോമിനൻ്റ് ആവാം, റെസീവ് ആവാം. പെഡിഗ്രി അനാലിസിസ് വഴി നമുക്കത് വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യത്തെ മെൻഡേലിയൻ ഡിസോർഡർ അതാണ് ഹീമോഫീലിയ. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ, ഹീമോഫീലിയ ബ്ലീഡിങ് എന്ന അസുഖമാണ്, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നു. അത് വിക്ടോറിയ ഫാമിലിയിലൊക്കെ കൂടുതലുള്ളതുകൊണ്ട് റോയൽ ഡിസീസ്, റോയൽ മീൻസ് രാജകീയമായിട്ട് രാജാവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് റോയൽ. അങ്ങനെ ഇറ്റ്സ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്. ഓക്കെ, ഇൻ ദിസ് എ പ്രോട്ടീൻ ഇൻവോൾവ് ഇൻ ദ ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് അഫക്റ്റഡ്. എ സിമ്പിൾ കട്ട് റിസൾട്ട് ഇൻ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ്. ഒരു ചെറിയ മുറിവുണ്ടായാലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാത്ത അവസ്ഥ, അതായത് ഇറ്റ് പ്രിവെന്റ് ബ്ലഡ് ക്ലോട്ടിങ്. ആ കണ്ടീഷനാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് അലീൽ ക്യാപിറ്റൽ എച്ച് ആൻഡ് സ്മോൾ എച്ച്. അപ്പോൾ ഇപ്പോൾ മെയിൽ നോക്കുക, ഫീമെയിൽ നോക്കുക, XX ആണ്. അത് ക്യാപിറ്റൽ എച്ച് ആണെങ്കിൽ എന്ത് പറയാം നമുക്ക്, നോർമൽ ഫീമെയിൽ. ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് ആണെങ്കിലോ ഹെറ്ററോസൈഗസ് കണ്ടീഷനാണ്, കാരിയറാണ്. അസുഖം ഉണ്ടോ ചോദിച്ചാൽ അസുഖമില്ല, പക്ഷെ കാരിയറാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, രണ്ടും ക്യാപിറ്റൽ എച്ച് ആയാലും നോർമല്, രണ്ടും സ്മോൾ എച്ച് ആയാൽ അസുഖം, രണ്ടും വേറെ വേറെ വന്നാൽ കാരിയറായിട്ട് വരും. ഇനി ക്യാപിറ്റൽ XH വന്നാലോ ഹീമോഫിലിക് ഫീമെയിൽ. ആ കണ്ടീഷൻ നോക്കിയാൽ മതി. ഓക്കെ, ആ കണ്ടീഷൻ നോക്കിയാൽ നമുക്ക് പറ്റും. ഈ ഒരു കണ്ടീഷൻ വന്നാൽ ഹീമോഫിലിക് ഫീമെയിൽ, ഇത് ഹീമോഫിലിക് മെയിൽ. സ്മോൾ എച്ച് വന്ന് അങ്ങനെ വരും, അല്ലെങ്കിൽ നോർമൽ കണ്ടീഷൻ, അല്ലെങ്കിൽ കാരിയർ. മെയിലിൽ കാരിയർ ഇല്ല, കാരിയർ ഉള്ളതിൽ മാത്രമാണ്, ഫീമെയിലിൽ മാത്രമാണ്. കാരണം ഇത് X ക്രോമോസോമിനെ ബാധിക്കുന്നതാണ്, Y ക്രോമോസോമിനില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് X ലിങ്ക്ഡ് ഡിസീസ് എന്ന് പറയുന്നത്. In female, hemophilia is very rare because it happens only when mother is at least carrier and father hemophilic. Father hemophilic-ഉം മദർ കാരിയർ ആണെങ്കിൽ ഇത് ഫീമെയിലിൽ വരാൻ ചാൻസ് കൂടുതലുള്ളൂ. അപ്പോൾ ഫീമെയിൽ ഹീമോഫിലിയ ഈസ് വെരി റെയർ. വരുന്നെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, മദർ കാരിയർ ആയിരിക്കണം, ഫാദർ ഹീമോഫിലിക്കും ആയിരിക്കണം. നമ്മൾ ആ ചാർട്ടിൽ പറഞ്ഞല്ലോ, വിക്ടോറിയ രാജ്ഞിയുടെ ആ ഒരു ചാർട്ടിൽ പറയുമ്പോൾ നമുക്ക് പറഞ്ഞു അഫക്റ്റഡ് കണ്ടീഷനൊക്കെ മെയിലാണ്. ഫീമെയിൽ കാരിയറും മെയിൽ അഫക്റ്റഡ് മാത്രം ആണെങ്കിൽ മാത്രം അവരുടെ മകൾക്ക് അസുഖം വരാം, അല്ലാത്ത കേസ് അത് ഉണ്ടാവാറില്ല. ഇനി സെക്കൻഡ് ഡിസീസ് കളർ ബ്ലൈൻഡ്നെസ്. ഇറ്റ്സ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ഡ്യൂ ടു ഇറ്റ് ഇഫക്റ്റ് ഇൻ എയ്തർ റെഡ് ഓർ ഗ്രീൻ കോൺ ഓഫ് ഐ. നമുക്കറിയാം കോൺ സെൽസ് ഉണ്ട്. കോൺ സെൽസ് അറിയാമല്ലോ, എന്താണ് കോൺ സെൽസ്? റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് പഠിച്ചിട്ടുണ്ട്, 10th പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് ഓർ ഗ്രീൻ കോൺ സെൽസിൻ്റെ ഡിഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ് കളർ ബ്ലൈൻഡ്നെസ്. ജെനറ്റിക് ആണ് ഇത് കാരണം. ഇറ്റ് റിസൾട്ട് ഇൻ ഫെയിലിയർ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ റെഡ് ആൻഡ് ഗ്രീൻ കളർ. റെഡും ഗ്രീനൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ
നോക്കുക, മേലെ കൊടുത്ത ഡയഗ്രം കണ്ടില്ലേ? ഇറ്റ് ഈസ് ഡ്യൂ ടു മ്യൂട്ടേഷൻ ഇൻ സം ജീൻസ് ഇൻ എക്സ് ക്രോമോസോം. ഇറ്റ് occurs in 8% of male and only 0.4% of female. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാർക്ക് ഈ മേലെ കൊടുത്ത ഡയഗ്രം താഴെയുള്ളതുപോലെ കാണും. യെല്ലോ കാണാൻ പറ്റും. ആ ഗ്രീൻ ക്യാപ്പ് ലൈറ്റ് ഗ്രീൻ ക്യാപ്പായിട്ട് കാണും. റെഡ് കളറിലുള്ള ഷൂ ഒരു പെയിൽ യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ കാണും. എന്ത് കാണാൻ പറ്റില്ല? റെഡ് കളറും ഗ്രീൻ കളറും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇതിനകത്തൊരു നമ്പർ ഉണ്ട് അല്ലേ? നമ്പർ എത്രയാണ് എന്ന് അറിയാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക? നോർമലാണ്. നമ്പർ കാണാൻ പറ്റാത്തവർ കളർ ബ്ലൈൻഡ്നെസ് ആണ് കണ്ടീഷൻ. ക്യാൻ യു റീഡ് ദ നമ്പർ ഇൻ ദിസ് ഫിഗർ? ഇഫ് നോ, യു മേ ഹാവ് കളർ ബ്ലൈൻഡ്നെസ്. നമ്പർ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാം. പ്രോബ്ലം ഒന്നുമില്ല. റെഡും ഗ്രീനും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് എന്ത് പറ്റൂല? ഈ പണിയുള്ളവർക്ക് ഡ്രൈവിംഗ് ജോബ് പറ്റൂല. ഡ്രൈവറായ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാണേണ്ടത് ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ് ആണ് അല്ലേ? ട്രാഫിക് ലൈറ്റ്, പൈലറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അത് കണ്ണ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ടെസ്റ്റിനൊക്കെ ആകുമ്പോൾ അത് വേണമെന്നാണ് പറയുന്നത്. ഇനി കളർ ബ്ലൈൻഡ്നെസ് ആണെങ്കിലോ, ദ നോർമൽ അലീൽ ഈസ് ഡോമിനന്റ് ആൻഡ് റെസസീവ് അലീൽ കോസസ് കളർ ബ്ലൈൻഡ്നെസ്. നോർമൽ ക്യാപിറ്റൽ സി വന്ന നോർമൽ, സ്മോൾ സി വന്നാൽ ഡിസീസ്. നേരത്തെ ക്യാപിറ്റൽ എച്ച് പറഞ്ഞ പോലെ തന്നെയാണ്. ദ സൺ ഓഫ് എ ഹെറ്ററോസൈഗസ് വുമൺ ഹാസ് 50% ചാൻസ്. ഹെറ്ററോസൈഗസ് വുമൺ മീൻസ് കാരിയർ ആണ്. എക്സ് ക്യാപിറ്റൽ സി, എക്സ് സ്മോൾ സി ആണെങ്കിൽ കാരിയർ ആണ്. അവരുടെ മകൻ എന്ത് വരാം? 50% വരാൻ ചാൻസ് ഉണ്ട്. എ ഡോട്ടർ വിൽ ബി കളർ ബ്ലൈൻഡ് ഓൺലി വെൻ ഹെർ മദർ അറ്റ്ലീസ്റ്റ് കാരിയർ ആൻഡ് ഹെർ ഫാദർ കളർ ബ്ലൈൻഡ്. അപ്പോൾ നമ്മൾ ഹീമോഫീലിയ പറഞ്ഞ പോലെ തന്നെയാണ് ഫീമെയിൽ ചൈൽഡിന് വരാനുള്ള ചാൻസ്. ഓക്കെ, ഇപ്പോൾ കളർ ബ്ലൈൻഡ് ആയിട്ട് വന്നാൽ ഉള്ള അവസ്ഥ നോക്കുക. ഡയഗ്രാം നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം. നോർമൽ ഫീമെയിലും നോർമൽ മെയിലും ആണെങ്കിൽ ഫുള്ളി റെഡ് ലൈനിൽ കാണുന്നുണ്ട്. പിന്നെ കാരിയർ കണ്ടീഷൻ എങ്ങനെ വരുന്നത്? ഹാഫ് ആയിട്ട് മാത്രം. അത് ഫീമെയിലിനെ ഉണ്ടാവുള്ളൂ. കാരണം എക്സ് ക്രോമോസോം ബാധിക്കുന്ന അസുഖമായതുകൊണ്ട് കാരിയർ ഫീമെയിൽ ഉണ്ടാവാറുണ്ട്. കംപ്ലീറ്റ്ലി വൈറ്റ് കൊടുത്ത ഹ്യൂമൻ ബീയിങ് ആണ് ഡിസീസ് അഫക്റ്റഡ്. അപ്പോൾ കളർ ബ്ലൈൻഡ് മെയിൽ ഉണ്ടാവാറുണ്ട്, ഫീമെയിലും ആവാം. ഇനി കളർ ബ്ലൈൻഡ് ഫീമെയിലുള്ള കേസ് എങ്ങനെ പറഞ്ഞത്? കളർ ബ്ലൈൻഡ് ഫീമെയിലുള്ള കേസിൽ എങ്ങനെയാണ്? പാരന്റ് ഫാദർ അഫക്റ്റഡും മദർ കാരിയറും ആണെങ്കിൽ വരാം. തേർഡ് ഡിസീസ് സിക്കിൾ സെൽ അനീമിയ. ഇറ്റ്സ് എൻ ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ്. എക്സ് ക്രോമോസോം അല്ല, ഓട്ടോസോം ആണ്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം പാരന്റ്സ് ടു ഓഫ്സ്പ്രിംഗ് വെൻ ബോത്ത് ദ പാരന്റ്സ് ഓർ പാർട്ട്നേഴ്സ് ആർ കാരിയർ. രണ്ടുപേരും കാരിയറാണ് മക്കൾക്ക് ഉണ്ടാവാം. ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണ് HbA, HbS, രണ്ട് അലീൽസാണ് കാണപ്പെടുന്നത്. ഹോമോസൈഗസ് ഡോമിനന്റ് HbA നോർമലാണ്. HbA, HbS കാരിയർ ആണ്. HbS ആണ് അഫക്റ്റഡ്. അങ്ങനെയാണ് അതിന്റെ ക്രോസ് വരുന്നത്. അങ്ങനെ നമുക്ക് നോക്കാം. Why this disease? It is affected. This defect is caused by substitution of glutamic acid by valine at the 6th position of beta chain of hemoglobin. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. രണ്ട് ചെയിൻ ഉണ്ട് താഴെ. ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിൻ ആണ് കൊടുത്തിട്ടുള്ളത്. ആ 3 ലെറ്റർ കോഡ് എന്താണ്? അമിനോ ആസിഡാണ്. വാലിൻ, ഹിസ്റ്റഡിൻ, ലൂസിൻ, ത്രിയോണിൻ, പ്രോളിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്. ഗ്ലൂട്ടാമിക് ആസിഡാണ് ഫസ്റ്റ് ചെയിൻ. രണ്ടാമതോ വാലിൻ, ഹിസ്റ്റഡിൻ, ലൂസിൻ, ത്രിയോണിൻ, പ്രോളിൻ, വാലിൻ, ഗ്ലൂട്ടാമിൻ. എന്താ വ്യത്യാസമുള്ളത്? 6th പൊസിഷൻ നോക്കുക. എന്താ 6th പൊസിഷനിൽ? മേലെ ഗ്ലൂട്ടാമിക് ആസിഡ്, താഴെ എന്താണ്? വാലിൻ. ഇത്രയേ ഉള്ളൂ. സിക്കിൾ സെൽ അനീമിയയുടെ കോസാണ് പറയുന്നത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ ഇൻ ദ 6th പൊസിഷൻ ഓഫ് ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിനിലെ 6th പൊസിഷൻ മാത്രം നോക്കിയാൽ മതി. അവിടെ ഗ്ലൂട്ടാമിക് ആസിഡ് ആണെങ്കിൽ GLU ആണെങ്കിൽ നോർമൽ. അതിന് പകരം വാലിൻ വന്നാൽ ഡിസീസ്. പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ രണ്ട് ചെയിനും. പരീക്ഷയ്ക്ക് ചെയിൻ A, ചെയിൻ B കാണിക്കും. എന്നിട്ട് വിച്ച് ഈസ് ദ ചെയിൻ ഓഫ് എ സിക്കിൾ സെൽ അനീമിക് പേഴ്സൺ Y എന്ന് ചോദിക്കും. അപ്പോൾ ഏത് ചെയിനാണ് നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെതാണെന്നും മറ്റേ ചെയിനിൻ്റെ പ്രശ്നം എന്താണെന്നും ആ ഡിസീസിൻ്റെ സിംറ്റം ചോദിക്കും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട എന്താണ്? തന്നിരിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനിൻ്റെ ചെയിനാണ്. അതിൽ 6th പൊസിഷൻ മാത്രം നോക്കുക. 6th പൊസിഷനിൽ വേണ്ടത് ഗ്ലൂട്ടാമിക് ആസിഡ്, ഫസ്റ്റ് ലൈൻ. അത് കറക്റ്റാണ്. അവിടെ വാലിൻ വന്നാൽ ഡിസീസ്. ഇനിയോ, ദ മ്യൂട്ടൻ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ അണ്ടർഗോസ് പോളിമറൈസേഷൻ അണ്ടർ ലോ ഓക്സിജൻ ടെൻഷൻ കോസിംഗ് ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് RBC. RBC ഷേപ്പ് നോർമൽ ഷേപ്പ് ഡിസ്ക് ഷേപ്പാണ്. എന്തായിട്ട് മാറും? സിക്കിൾ ഷേപ്പായിട്ട് മാറും.
സിക്കിൾ ഷേപ്പായിട്ട് മാറിയ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്, ബ്ലോക്ക് ഉണ്ടാവും. ഡയഗ്രത്തിൽ കാണിക്കുന്നല്ലേ. അപ്പോൾ അതിൽ ബ്ലോക്ക് ഉണ്ടാവും. നോർമലായിട്ട് ഫ്ലോ ചെയ്യുന്ന നേരം ഇവിടെ എന്ത് ചെയ്യും, ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആയെങ്കിൽ ബ്ലഡ് സെൽസ് എല്ലാ ഭാഗത്തും കിട്ടൂല. അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും, അനീമിയ, ഒരു ബ്ലഡ് കിട്ടാത്ത അവസ്ഥ, അതാണ് അനീമിയ. അപ്പോൾ സിക്കിൾ ഷേപ്പ്ഡ് സെല്ല്, RBC സിക്കിൾ ഷേപ്പ് ആയത് കാരണം ഉണ്ടാകുന്ന അനീമിയാണ് സിക്കിൾ സെൽ അനീമിയ. റീസൺ എന്താണ്, ജെനറ്റിക് ആണ്. പിന്നെ ഫീനൈൽ കീറ്റോണൂറിയ അടുത്ത ഡിസീസാണ്. ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം, ഓട്ടോസോമൽ തന്നെയാണ്. എന്തില്ലാത്തത് കൊണ്ട്, ഒരു ജീൻ ഇല്ല. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മ്യൂട്ടേഷൻ ഓഫ് ദ ജീൻ ദാറ്റ് കോഡ് ഫോർ എൻസൈം ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. അതായത് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യേണ്ട ജീൻ ആബ്സെന്റ് ആയതുകൊണ്ട്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് സ്പെസിഫിക് എൻസൈം? ദിസ് എൻസൈം കൺവേർട്ട് ആൻ അമിനോ ആസിഡ് ഫീനൈൽ അലാനിൻ ടു ടൈറോസിൻ. നമ്മുടെയൊക്കെ ബോഡിക്കകത്ത് നടക്കേണ്ട പ്രോസസ്സാണ് പറയുന്നത്. ഫീനൈൽ അലാനിനെ ടൈറോസിനാക്കി മാറ്റേണ്ട എൻസൈമാണ് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. അതായത് ഇതാണ് കണ്ടീഷൻ. നോർമൽ കണ്ടീഷനിൽ എന്ത് വേണം, ഫീനൈൽ അലാനിൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ടൈറോസിൻ ബൈ ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. The affected individual lack this enzyme. As a result, phenyl alanine is converted into phenyl pyruvic acid. നോർമൽ കണ്ടീഷൻ പറഞ്ഞു. നോർമൽ എന്താ നടക്കേണ്ട റിയാക്ഷൻ, ഇതാണ് നോർമൽ നടക്കേണ്ട റിയാക്ഷൻ. പക്ഷേ ഈ എൻസൈം പ്രൊഡക്ഷൻ ജീൻ ഇല്ലാത്തത് കൊണ്ട് എന്താവും, ഫീനൈൽ അലാനിൻ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഫീനൈൽ പൈറുവിക് ആസിഡ്. നോർമൽ പേഴ്സണിൽ നടക്കുന്നതും PKU മീൻസ് ഫീനൈൽ കീറ്റോണൂറിയ ആണ്. PKU പേഷ്യൻറ്റിൽ ഇങ്ങനെ നടക്കും. ഫീനൈൽ പൈറുവിക് ആസിഡ് ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. ഫീനൈൽ പൈറുവിക് ആസിഡ് ആൻഡ് അതർ ഡെറിവേറ്റീവ്സ് അക്യുമുലേറ്റ് ഇൻ ദ ബ്രെയിൻ റിസൾട്ടിങ് മെന്റൽ റിട്ടാർഡേഷൻ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ദീസ് ആർ ഓൾസോ എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. അതെന്ത് ചെയ്യും, ഈ ഫീനൈൽ കീറ്റോണൂറിയ, കീറ്റോൺ ബോഡീസ് ഏതുവഴി പോകും, യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യും. അതാണ് ഫീനൈൽ കീറ്റോണൂറിയ എന്ന പേര് വരാൻ കാരണം. ഫീനൈൽ പൈറുവിക് ആസിഡിനെ നോക്കുക, ഡിസീസ് നോക്കുക. ഫീനൈൽ അലാനിനെ ടൈറോസിനാക്കി മാറ്റുന്ന എൻസൈമാണ് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് പ്രൊഡ്യൂസിങ് ജീൻ ആബ്സെന്റ് ആണ്. ജീൻ ആബ്സെന്റ് മീൻസ് ജെനറ്റിക് ആയില്ലേ. അതിൻ്റെ എന്താ നമുക്കറിയാം, ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ജീൻ വിച്ച് പ്രൊഡ്യൂസ് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്, the phenyl alanine is converted into phenyl pyruvic acid. It get accumulated in the brain and cause mental retardation, and it is excreted through urine also. കിഡ്നി റീഅബ്സോർബ് ചെയ്യാത്ത കാരണം യൂറിൻ വഴി പുറത്തു പോകും. അപ്പോൾ ഫീനൈൽ കീറ്റോൺ ബോഡീസ്, ഫീനൈൽ പൈറുവിക് ആസിഡ് ഇതിൽ കൂടും, യൂറിനിലും കൂടി കൂടും. അതുകൊണ്ടാണ് ഫീനൈൽ കീറ്റോണൂറിയ എന്ന് പറയുന്നത്. അടുത്ത ഡിസീസ് തലസീമിയ. എന്താണ് തലസീമിയ? ഓട്ടോസോം ലിങ്ക്ഡ് റെസീവ് ബ്ലഡ് ഡിസീസ് ആണ്. It is transmitted from unaffected carrier parent to offspring. പാരൻസിന് ഓസ്പ്രിംഗിലേക്ക് ഇത് ഡിസീസാണത്. മ്യൂട്ടേഷനോ ഡിലീഷനോ ആവാം. ഇറ്റ് റിസൾട്ട്സ് ഇൻ റെഡ്യൂസ്ഡ് സിന്തസിസ് ഓഫ് വൺ ഓഫ് ദി ആൽഫ ഓർ ബീറ്റ ഗ്ലോബിൻ ചെയിൻ. ഹീമോഗ്ലോബിൻ്റെ ആൽഫ ബീറ്റ ചെയിൻ ഉണ്ടല്ലോ, ആൽഫ ബീറ്റ ചെയിനിൽ അവയുടെ റെഡ്യൂസ്ഡ് സിന്തസിസ് വഴി ഉണ്ടാവുന്നതാണ്. ആൽഫ ബീറ്റ, രണ്ട് ആൽഫ ചെയിൻ രണ്ട് ബീറ്റ ചെയിനും വേണം, എന്നാൽ നോർമൽ ഹീമോഗ്ലോബിൻ വരും. പക്ഷേ ഒരു ആൽഫ ചെയിനോ ബീറ്റ ചെയിൻ്റെയോ സിന്തസിസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും, അബ് നോർമൽ ഹീമോഗ്ലോബിൻ, അങ്ങനെ അനീമിയ ഉണ്ടാവും. തലസീമിയ ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം. സിക്കിൾ സെൽ അനീമിയ ഈസ് എ ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം. അല്ലെ, സിക്കിൾ സെൽ അനീമിയ നമ്മൾ എന്ത് പറഞ്ഞു, ക്വാളിറ്റിയാണ് പ്രശ്നം. ഇൻകറക്റ്റ്ലി ഫങ്ഷനിങ് ഗ്ലോബിൻ അല്ലേ, ഗ്ലോബിൻ സെയിം ആണ്, പക്ഷേ ഗ്ലൂട്ടാമിക് ആസിഡ് ഇസ് റീപ്ലേസ്ഡ് ബൈ വാലിൻ. അതുകൊണ്ട് ക്വാളിറ്റിയാണ് പ്രശ്നം. പക്ഷേ ഇവിടെ എന്താണ്, തലസീമിയ എന്താ പറഞ്ഞത്, ക്വാണ്ടിറ്റിയാണ്. എന്തില്ല, ആൽഫ ബീറ്റ ചെയിൻ്റെ സിന്തസിസ് റെഡ്യൂസ് ചെയ്യും. അതാണ് അതിൻ്റെ ഡിഫറൻസ് പറയുന്നത്. ഇനിയോ ആൽഫ താലസീമിയ ഉണ്ട്, ബീറ്റ താലസീമിയ ഉണ്ട്. എന്താണ് ആൽഫ താലസീമിയ? ഹിയർ പ്രൊഡക്ഷൻ ഓഫ് എ ആൽഫ ഗ്ലോബിൻ ചെയിൻ ഈസ് അഫക്റ്റഡ്. ആൽഫ ഗ്ലോബിൻ ചെയിൻ അഫക്റ്റ് ആണെങ്കിൽ ആൽഫ തലസീമിയ എന്ന് പറയും. It is controlled by two closely linked genes, HBA1 and HBA2 on chromosome 16. നമ്മുടെ ക്രോമോസോം 16ൽ കാണുന്ന HBA1ഉം HBA2ഉമാണ് ഇതിന് റീസൺ പറയുന്നത്. റീസൺ മീൻസ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. മ്യൂട്ടേഷൻ or deletion of one or more of the 4 genes cause disease. മ്യൂട്ടേഷനോ ഡിലീഷനോ ആയിക്കഴിഞ്ഞാൽ ഈ അസുഖം വരും. ദ മോർ ജീൻസ് അഫക്റ്റഡ് ദ ലെസ് ആൽഫ ചെയിൻ. അപ്പോൾ ഒരുപാട് ജീൻസിനെ അഫക്റ്റ് ചെയ്ത് എന്താവും,
ആൽഫ ഗ്ലോബിൻ മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ആ ഡയഗ്രാം നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ക്വാട്ടേണറി സ്ട്രക്ചർ. സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഇപ്പോഴും നിങ്ങളെ നോട്ട്ബുക്കിൽ ആ ഒരു എംപ്റ്റി സ്പേസ് കാണും. ഞാൻ ടെക്സ്റ്റ് നോക്കി വരക്കാൻ പറഞ്ഞിരുന്നു, ഇല്ല ഒരു ക്വാട്ടേണറി സ്ട്രക്ചർ പറഞ്ഞിരുന്നു ഇങ്ങനെ. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ചെയിൻ നോക്കുക, 2 ആൽഫ 2 ബീറ്റ ചെയിൻ ഉണ്ട്. ഈ HbA1 HbA2 ഉള്ള 4 ജീൻസിൻ്റെ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ എന്തുണ്ടാവും, ഗ്ലോബിൻ ചെയിൻ്റെ പ്രൊഡക്ഷൻ ബാധിക്കും. അങ്ങനെ സിവിയർ ഡിസീസ് ഉണ്ടാവും. ബീറ്റ തലസീമിയ ആണെങ്കിലോ, ഹിയർ പ്രൊഡക്ഷൻ ഓഫ് ബീറ്റ ഗ്ലോബിൻ ചെയിൻ ഈസ് എഫക്റ്റഡ്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ജീൻ HBB ഓൺ ക്രോമോസോം 11. അപ്പോൾ ക്രോമോസോം 16ൽ HbA1 HbA2 ആണെങ്കിൽ ആൽഫ തലസീമിയ, ക്രോമോസോം 11ൽ HBB ആണെങ്കിൽ ബീറ്റ തലസീമിയ. മ്യൂട്ടേഷൻ ഓഫ് വൺ ഓഫ് ബോത്ത് ദ ജീൻസ് കോസ് ദ ഡിസീസ്. ക്രോമോസോം 2ലും ഉള്ള ജീൻ ഉണ്ടാവുമല്ലോ, 2 ക്രോമോസോം ഉണ്ടല്ലോ പെയറിൽ, അത് 2ലും ആണെങ്കിൽ ഈ പ്രശ്നം വരും. അപ്പോൾ ബീറ്റ ചെയിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞെന്താണ്, ഡിസീസാണ്. ഏതൊക്കെ ഡിസീസ് പറഞ്ഞു ഒന്നാലോചിച്ച് നോക്കിയേ. ഏതൊക്കെ ഡിസീസ് നമ്മൾ പറഞ്ഞു? ജനറ്റിക് ഡിസോർഡേഴ്സിൽ ആദ്യം പഠിച്ചത് മെൻഡേലിയൻ ഡിസോർഡറാണ്. ഒന്ന് ഡിസീസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹീമോഫീലിയ. പിന്നെയോ കളർ ബ്ലൈൻഡ്നെസ്, സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽ കീറ്റോണ്യൂറിയ ആൻഡ് തലസീമിയ. അങ്ങനെ 5 ഡിസീസാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ക്രോമോസോമൽ ഡിസോർഡർ. ലാസ്റ്റ് പാർട്ടാണ് ക്രോമോസോം. ഇതുവരെ പറഞ്ഞാൽ മെൻഡേലിയൻ ഡിസോർഡറാണ്. ഇനി ക്രോമോസോമൽ ഡിസോർഡർ. ക്രോമോസോമൽ ഡിസോർഡേഴ്സ് ക്രോമോസോമിനെ ബാധിക്കുന്നതാണ്. ദ ഡിസോർഡർ കോസ്ഡ് ഡ്യൂ ടു ആബ്സെൻസ് ഓർ എക്സസ് ഓർ അബ്നോർമൽ അറേഞ്ച്മെന്റ് ഓഫ് 1 or more ക്രോമോസോം. ക്രോമോസോംസ് കൂടിയത് കൊണ്ടോ കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നോർമലി ഉള്ളതിനേക്കാളും ഇല്ല അറേഞ്ച്മെന്റ് ആണെങ്കിലോ ക്രോമോസോമൽ ഡിസോർഡർ ഉണ്ടാവും. 2 തരം, അനിയൂപ്ലോയിഡിയും പോളിപ്ലോയിഡിയും. എന്താണ് അനിയൂപ്ലോയിഡി? ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമോസോം ഡ്യൂ ടു ഫെയിലർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ് ഡ്യൂറിംഗ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ സമയത്ത് പ്രോപ്പറായി നടക്കാത്തത് കൊണ്ട് ക്രോമോസോംസിന്റെ നമ്പർ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥ. ഓക്കെ, എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ചില എക്സെപ്ഷൻ നോക്കുക. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുക, ഈ കേസ് നോക്കിയ ഇവിടെ ക്രോമോസോമിന്റെ നമ്പർ 2 എടുത്തുന്നുണ്ട്, ഒന്നിൽ 3 ഉണ്ട്, ഒന്നിൽ 1 ഉള്ളൂ. ഒരു സ്ഥലത്ത് കൂടി മറ്റൊരു സ്ഥലത്ത് കുറഞ്ഞു. ഇതാണ് കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, അപ്പം നോർമൽ പ്ലോയിഡിയുടെ കണ്ടീഷൻ നോക്കുക. നമ്മൾ നോർമൽ പ്ലോയിഡി കണ്ടീഷൻ 2n ആണ് വരുന്നത്. അനിയൂപ്ലോയിഡി ആണെങ്കിലോ 2n - 2 അല്ലേ. ഫസ്റ്റ് കണ്ടീഷൻ 2 ക്രോമോസോം നേരെ നോക്കിയാൽ ഫസ്റ്റ് 3 പേര് കറക്റ്റ് ഉണ്ട്, 4ാമത്തെ പേർ ചെറുതാണ്. ഓക്കെ, 4 പേരുണ്ട് നോർമൽ പ്ലോയിഡി. ഇനി നള്ളിസോമി എന്താണ്? 2n - 2. എന്താണ് അവസ്ഥ വരുന്നത്? 2 ക്രോമോസോംസ് കുറഞ്ഞു, അത് 2n - 2. ആ ലാസ്റ്റ് ക്രോമോസോംസിൽ എന്ത് കുറഞ്ഞു? 1 ക്രോമോസോം കുറഞ്ഞു, അപ്പോൾ 2n - 1 വന്നു. പിന്നെ ഡബിൾ മോണോസോമിക്കോ ലാസ്റ്റ് 2 പേരിൽ ഓരോന്ന് കുറയുമ്പോൾ 2n - 1 - 1 വന്നു. പിന്നെ ട്രൈസോമി എന്താണ്? ആ 4th പേരിൽ 2 ക്രോമോസോം 3 വന്നു, അപ്പോൾ 2n + 1 ഒന്ന് കൂടി. സെക്കൻഡ് കണ്ടീഷൻ ടെട്രാസോമി ആണെങ്കിലോ 2n + 2 മറ്റേ 2n + 2 + 2 അങ്ങനെ വന്നു. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. നോർമൽ ക്രോമോസോംസിന്റെ കുറവോ കൂടുതലോ വരാം, -2 ആവാം, -1 ആവാം, +1 +2 ആ കണ്ടീഷനിൽ വരുന്നതാണ് അനിയൂപ്ലോയിഡി എന്ന് പറയുന്നത്. നോക്കാം. ആദ്യം നള്ളിസോമി. എന്താണ് നള്ളിസോമി? 2n - 2. എ ക്രോമോസോം പെയർ ഈസ് ലോസ്റ്റ്. 2 - 2 അല്ലേ, അപ്പോൾ ക്രോമോസോം പെയർ പോയി. എ ക്രോമോസോം പെയർ ഈസ് ലോസ്റ്റ് ഫ്രം ഡിപ്ലോയിഡ് സെറ്റ് ആകുമ്പോൾ നള്ളിസോമി. എന്താണ് മോണോസോമി? 2n - 1. എ ക്രോമോസോം ഈസ് ലോസ്റ്റ്. ക്രോമോസോം പെയർ ആണെങ്കിൽ 2 വരും,
ക്രോമോസോം ആണെങ്കിൽ 1. അപ്പോൾ 2n-2 മീൻസ് എ ക്രോമോസോം പെയർ ഈസ് ലോസ്റ്റ് ഫ്രം ദ സെറ്റ്. മോണോസോമി ആണെങ്കിലോ 2n-1 എ ക്രോമോസോം ഈസ് ലോസ്റ്റ്. ഇനി ട്രൈസോമി എന്താണ്? ഒരു ക്രോമോസോം കൂടി 2n+1 ആയി. എ ക്രോമോസോം ഈസ് ആഡഡ് ടു ഡിപ്ലോയിഡ് സെറ്റ്. ടെട്രാസോമി മീൻസ് 2n+2 2 ക്രോമോസോംസ് ആർ ആഡഡ് ടു ഡിപ്ലോയിഡ് സെറ്റ്. അപ്പോൾ ഒരു ക്രോമോസോം കുറഞ്ഞാൽ മോണോസോമി, 2 ക്രോമോസോംസ് കുറഞ്ഞാൽ നള്ളിസോമി, ഒരു ക്രോമോസോം കൂടിയാൽ ട്രൈസോമി, 2 എണ്ണം കൂടിയാൽ ടെട്രാസോമി. നോർമൽ കണ്ടീഷനുമായിട്ടാണ് പറയുന്നത്. 2n-1 -2 +1 +2 കണ്ടീഷനിലാണ് നമ്മൾ നള്ളിസോമി, മോണോസോമി, ട്രൈസോമി, ടെട്രാസോമി എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടാവാം. അതാണ് അനിയൂപ്ലോയിഡ് പറയുന്നത്. ഇനി പോളിപ്ലോയിഡി ആണെങ്കിലോ, അനിപ്ലോയിഡിയും പോളിപ്ലോയിഡി, യൂപ്ലോയിഡി എന്ന് പറയും. അനിപ്ലോയിഡി ആൻഡ് യൂപ്ലോയിഡി. യൂപ്ലോയിഡി ഈസ് ഓൾസോ കോൾഡ് പോളിപ്ലോയിഡി. ഇറ്റ് ഈസ് an increase in whole set of chromosome due to failure of cytokinesis after telophase stage of cell division. This is very rare in human but often seen in plants. പ്ലാന്റ്സിൽ ഉണ്ടാവുമത്. എന്താണ് പറഞ്ഞത്? നമ്മുടെ 2n നമ്പർ എത്ര? 6 ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ചിലപ്പോൾ 12 ഉണ്ടാവും. എക്സാമ്പിൾ പറയാം. ഹ്യൂമൻ ബീങ്ങിലെ ക്രോമോസോം നമ്പർ എത്രയാണ് വേണ്ടത്? 46. 92 ആയാലോ? അതാണ് പോളിപ്ലോയിഡ്. ഹ്യൂമൻ ബീങ്ങില്ല, പ്ലാന്റ്സിലൊക്കെ ഉണ്ടാവാറുണ്ടെന്നാണ് പറഞ്ഞത്. മിയോസിസ് നടക്കുമ്പോൾ എറർ കാരണം, മിയോട്ടിക് എറർ കാരണം എന്തുണ്ടാവും? സൈഗോട്ട് കണ്ടെയ്ൻസ് 4n ടെട്രാപ്ലോയിഡി. നമുക്ക് പഠിച്ചങ്ങനെ ഇതുവരെ ഡീപ്ലോയിഡി ആൻഡ് ഹാപ്ലോയിഡിയെ പഠിച്ചിട്ടുള്ളൂ. നമ്മുടെ ഓർഗാനിസമൊക്കെ ഡീപ്ലോയിഡ് ആണ്, 2n നമ്പർ ക്രോമോസോം. പക്ഷേ ഈ മിയോസിസിൽ ഉണ്ടാവുന്ന പ്രോബ്ലം കാരണം എന്തുണ്ടാവാം? ടെട്രാപ്ലോയിഡി ആവാം എന്നാണ് പറയുന്നത്. ക്രോമോസോംസിൻ്റെ നമ്മുടെ ഡയഗ്രാം, നമ്മുടെ നോർമൽ കണ്ടീഷൻ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ പഠിക്കുന്ന ഇതാണ്, ഹാപ്ലോയിഡ് ആൻഡ് ഡീപ്ലോയിഡ്. ഒരു ക്രോമോസോം ആണെങ്കിൽ ഹാപ്ലോയിഡ്, 2 ആണെങ്കിൽ ഡീപ്ലോയിഡ്. 23 എന്നും 46 എന്നും പറഞ്ഞത്. ഇവിടെ എങ്ങനെ പറയും? യൂപ്ലോയിഡിൽ ട്രിപ്ലോയിഡ് കണ്ടീഷൻ വരാം. 2 പകരം 3 ക്രോമോസോംസോ 4 ക്രോമോസോംസ് വരുന്ന അവസ്ഥ ഉണ്ടാവും. ഇറ്റ് ഈസ് വെരി റെയർ ഇൻ ഹ്യൂമൻ ബീയിങ് ബട്ട് എന്താ ജനറലി സീൻ ഇൻ പ്ലാന്റ്സ്. അതാണ് നമ്മൾ പറയുന്ന പോളിപ്ലോയിഡി. ഇനി ഈ ക്രോമോസോമൽ ഡിസോർഡേഴ്സിൻ്റെ 2-3 എക്സാമ്പിൾ പഠിക്കാനുണ്ട് നമുക്ക്. ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ മംഗോളിസം. ഇതാണ് നമ്മുടെ ക്രോമോസോമൽ സെറ്റ്. എത്ര ക്രോമോസോം പേരുണ്ട്? 22 ക്രോമോസോം പ്ലസ് XY അല്ലെങ്കിൽ XX രണ്ടും ആവാം. ഓക്കെ, ഇവിടെ എന്താണ് പ്രോബ്ലം പറയുന്നത്? പ്രോബ്ലം 21st പേരിലാണ്. എന്താണ് 21st പേരിലെ പ്രോബ്ലം? 21st പേരല്ല അല്ലേ, ഇവിടെ 3 ഉള്ളേ. യെസ്. അപ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ ഇവിടെ ഒരു ക്രോമോസോം കൂടുന്നു. ടോട്ടൽ 46 വേണ്ടടുത്ത് 47 ക്രോമോസോമായി. അതായത് 44 + 2 ആണ് നമ്മുടെ കണ്ടീഷൻ. ഇവിടെ എന്ത് വരും? 45 + XX അല്ലെങ്കിൽ 45 + XY വരും. 44A ആണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ എന്ത് വരും? 45A വരുന്ന കണ്ടീഷൻ. നോക്കാം. ഡൗൺ സിൻഡ്രോം. ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് എൻ അഡീഷണൽ കോപ്പി ഓഫ് ക്രോമോസോം നമ്പർ 21. ഒരു അഡീഷണൽ കോപ്പി ക്രോമോസോം വരുന്നതുകൊണ്ടാണ് ട്രൈസോമി 21. അത് മെയിലിനെയും ഫീമെയിലിനെയും അഫക്റ്റ് ചെയ്യാം. എന്താണ് അവസ്ഥ? 44A + XX ഓർ 45A + XY ആണ് അവസ്ഥ. നോർമൽ ഹ്യൂമൻ ബീങ്ങിലെ ക്രോമോസോം നമ്പർ 46 ആണ്. ഇതിൽ എന്തുണ്ടാവും? 47 ക്രോമോസോംസ് കാണപ്പെടും. അവരുടെ സിംറ്റംസ് എന്താണ്? ഷോർട്ട് സ്റ്റാച്ചേർഡ് വിത്ത് സ്മോൾ റൗണ്ട് ഹെഡ്, ബ്രോഡ് ഫ്ലാറ്റ് ഫേസ്, ഫറോഡ് ബിഗ് ടങ് ആൻഡ് പാർഷ്യലി ഓപ്പൺ മൗത്ത്. ഓക്കെ, ഫേഷ്യൽ അപ്പിയറൻസും ബാക്കി നോക്കുക. ഫ്ലാറ്റ് നോസൊക്കെ ഫ്ലാറ്റ് ഫേസ് ഒക്കെ ആണെന്ന് പറയുന്നു. ഒരു മംഗോളിയൻ ലുക്ക് എന്നുള്ളതുകൊണ്ടാണ് മംഗോളിസം. അപ്പോൾ നമ്മൾ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാലും ട്രൈസോമി 21 എന്ന് പറഞ്ഞാലും മംഗോളിസം എന്ന് പറഞ്ഞാലും കണ്ടീഷൻ ഇതാണ്. എന്ത്? 45A + XX ഓർ 45A + XY. വേറെ എന്തൊക്കെ സിംറ്റംസ് ഉണ്ട്? ബ്രോഡ് പാം വിത്ത് ക്യാരക്ടറിസ്റ്റിക് പാം സിമിയൻ ഇൻക്രീസ്. ഫിംഗേഴ്സിൻ്റെ സൈസ് നോക്കാം. ഓക്കെ, ലെങ്ത് കുറയുന്ന അവസ്ഥ അല്ലേ. മെനി ലൂപ്സ് ഓൺ ഫിംഗർ ടിപ്സ്. ഫിംഗർ ടിപ്പിൽ ഒരുപാട് ലൂപ്സ് ഉണ്ടാവും. പിന്നെയോ റിട്ടാർഡഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. അത് മാനസികമായിട്ടൊരു മെൻ്റൽ റിട്ടാർഡേഷനുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. ഫിസിക്കൽ മാത്രമല്ല മെൻ്റൽ കൂടി ഉണ്ട്.
കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, അവർക്ക് ഹാർട്ട് ഡിസീസ് കൂടി ഉണ്ടാവും. കാര്യമൊന്നുമില്ല, ഒരു ക്രോമോസോം കൂടി. എവിടെ കൂടിയത്? 21st പെയറിൽ. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ട്രൈസോമി 21. ട്രൈസോമി മീൻസ് 3, 2 പകരം 3 ഉള്ളതുകൊണ്ട് ആ ഒരു കണ്ടീഷൻ വന്നു. ഇനിയോ നോക്കാം, അപ്പിയറൻസ് നോക്കിയാൽ പറയാൻ പറ്റും. ഫ്ലാറ്റ് ഫേഷ്യൽ പ്രൊഫൈലാണ്, ഡയഗ്രാംസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഡിസീസ് ക്ലൈനിഫെൽട്ടർ സിൻഡ്രോം. ക്ലൈനിഫെൽട്ടർ ഇതാണ് ക്ലൈനിഫെൽട്ടർ. ഇത് മെയിലിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്. 2 സിംറ്റംസ് നോക്കുക. ലെസ് ബോഡി ഹെയർ, ബോഡി ഹെയർ കുറവാണ്. ബ്രസ്റ്റ് എൻലാർജ്ഡ് ആണ്. ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ്. അർത്ഥം എന്താണ്? അത് അപ്പിയറൻസ് ഓഫ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇൻ മെയിൽ. ഇനി നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് അഡീഷണൽ കോപ്പി ഓഫ് എക്സ് ക്രോമോസോം ഇൻ മെയിൽ. മെയിലിലെ ക്രോമോസോം അതാണ് വേണ്ടത്. 44A+ XY ആണ് മെയിൽ. പക്ഷേ ക്ലൈനിഫെൽട്ടർ ആണെങ്കിൽ എന്ത് വരും? 44A+ XXY. ഫീമെയിൽ അല്ല, മെയിലിനെ ബാധിക്കുന്ന അസുഖമാണ്. ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസിനെ അഫക്റ്റ് ചെയ്യും. ഇവിടെ എങ്ങനെ നമ്മൾ പറഞ്ഞു? ഇവിടെ 44A+ XXY, ഒരു പ്രസൻസ് ഓഫ് an അഡീഷണൽ എക്സ് ക്രോമോസോം ഇൻ മെയിൽ, അത്രയേ ഉള്ളൂ. ഓക്കെ, ക്രോമോസോമിൻ്റെ നമ്പർ നോക്കി നമുക്ക് ഇത് പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 21 പെയറും 22 പെയറും കറക്റ്റ്. 23rd പെയർ നോക്കിയേ, 2 എക്സും 1 വൈയും ഉണ്ട്. XXY കണ്ടീഷൻ. ഇതാ മെയിലാണ് ഇങ്ങനെ ഉണ്ടാവും, XXY. ഫീമെയിൽ ആണെങ്കിൽ നോർമൽ മെയിൽ എങ്ങനെയാണ്? റൈറ്റ് സൈഡിൽ കൊടുത്ത XY, ഇവിടെ ഒരു അഡീഷണൽ എക്സ് ക്രോമോസോം കാണും. അങ്ങനെയാകുമ്പോൾ എക്സ് ക്രോമോസോം മീൻസ് ഫീമെയിൽ ക്രോമോസോംസ് ആണ് മെയിനായിട്ടും. അതുകൊണ്ട് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ബോഡിയിൽ കൂടും എന്നാണ് പറയുന്നത് ക്ലൈനിഫെൽട്ടർ സിൻഡ്രോം. ഓവറോൾ മസ്കുലൈൻ ഡെവലപ്മെന്റ്, ഹൗവർ ഫെമിനിൻ ഡെവലപ്മെന്റ് ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ്. ഓവറോൾ നോക്കിയാൽ മെയിൽ ക്യാരക്ടേഴ്സ് തന്നെയാണ്, പക്ഷേ ഫീമെയിൽ ക്യാരക്ടേഴ്സ് കാണും. ഡെവലപ്മെന്റ് ഓഫ് ബ്രസ്റ്റ് ഡെവലപ്മെന്റാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. അതായത് ബ്രസ്റ്റ് എന്ത് ചെയ്യും? ഫീമെയിൽ ബോഡി പോലെ എൻലാർജ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റെറൈൽ മീൻസ് റീപ്രൊഡ്യൂസിങ് പവർ ഇല്ല. മെന്റലി റിട്ടാർഡഡ്, മാനസികമായിട്ട് ഒരു ഇതുണ്ടാവും. മെന്റലി അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. റീപ്രൊഡ്യൂസിങ് എബിലിറ്റി ഇല്ല. അതേപോലെ തന്നെ ഫീമെയിൽ അപ്പിയറൻസ് ആയിരിക്കും. ഫീമെയിൽ അപ്പിയറൻസ് കംപ്ലീറ്റ്ലി ബോഡിയല്ല, ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ ബോഡി ഹെയർ കുറയും. ബോഡി ഹെയർ മീൻസ് കംപ്ലീറ്റ് ബോഡി ഹെയർസ്, ബിയേഡ്സ്, മൊസ്റ്റാഷ് എല്ലാം കുറയും. താടി, മീശ അല്ലെങ്കിൽ ബോഡി ഹെയർസ് ഒക്കെ കുറയും. ചെസ്റ്റിലുണ്ടാവുന്ന ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇനി തേർഡ് ഡിസീസ് ടേണേഴ്സ് സിൻഡ്രോം. എന്താണ് ടേണേഴ്സ് സിൻഡ്രോം? ഇറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് വൺ ഓഫ് ദ എക്സ് ക്രോമോസോം ഇൻ ഫീമെയിൽ. നമ്മളിപ്പോൾ മെയിലിൽ എങ്ങനെയാണ് പഠിച്ചത്? 44A+ XYയുടെ കൂടെ ഒരു എക്സ് കൂടി, അപ്പോൾ 44A+ XXY 47 നമ്പർ ഓഫ് ക്രോമോസോം വരും അങ്ങനെയുള്ള മനുഷ്യരിൽ. ഇനി ഫീമെയിലിൽ എങ്ങനെ നമ്മൾ പറഞ്ഞു? ഇറ്റ് ഇസ് ആബ്സെൻസ് ഓഫ് വൺ ഓഫ് ദ എക്സ് ക്രോമോസോം ഇൻ ഫീമെയിൽ. ഫീമെയിലിൽ ഒരു ക്രോമോസോം കുറഞ്ഞു എക്സ്, അപ്പോൾ എന്ത് വരും? 44A+ XO വരും. ഓക്കെ, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. നോർമൽ കണ്ടീഷനായിട്ട് വേണ്ട XX വരും ദ ഡിലീഷൻ ഓഫ് 1 എക്സ് ക്രോമോസോം. അപ്പോൾ നോർമൽ ഫീമെയിൽ നോക്കുക, ലെഫ്റ്റ് സൈഡ് ഡയഗ്രാം XX. ഈ കണ്ടീഷൻ വന്നാലോ ഒരു എക്സ് കൂടി കുറയും, അപ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ് കുറയും ഫീമെയിൽ ബോഡിക്കകത്ത്. അപ്പോൾ എന്താണ് പ്രോബ്ലം ഉണ്ടാവുക? ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഫീമെയിൽ ബോഡിക്കകത്ത് കുറയും. സ്റ്റെറൈൽ ഓവറീസ് ആർ റുഡിമെൻ്ററി. സ്റ്റെറൈലാണ്, അതായത് റീപ്രൊഡ്യൂസിങ് പവർ ഉണ്ടാവില്ല. ഓവറീസ് വെൽ ഡെവലപ്ഡ് അല്ല. ലാക്ക് ഓഫ് അതർ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. ഫീമെയിൽ ബോഡിക്കകത്തുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കുറയും. അത് ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഒക്കെ കുറയും. പിന്നെ സൈസ് കുറയും, അല്ലെ സൈസ് നമ്മൾ കൂടെ നോക്കുക, ലെങ്ത് സൈസ് എല്ലാം കുറയും. ഇപ്പോൾ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും. അതേപോലെ മെൻ്റലി റിട്ടാർഡ് ചെയ്യും. മാനസികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാം.
ഇതാണ് ടേണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഈ വീഡിയോ എന്താ പറഞ്ഞത്, ജെനറ്റിക് ഡിസോർഡേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. എങ്ങനെയാണ് ജെനറ്റിക് ഡിസോർഡേഴ്സിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്. മെൻഡേലിയൻ ഡിസോർഡർ ഉണ്ട്, ക്രോമോസോമൽ ഡിസോർഡേഴ്സ് ഉണ്ട്. മെൻഡേലിയൻ ഡിസോർഡർ ആണെങ്കിൽ ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്, സിക്കിൾസ് അനീമിയ, ഫീനൽ കീറ്റോണുറിയ, തലസീമിയ, സിസ്റ്റിക് ഫൈബ്രോസിസ് തുടങ്ങിയ ഡിസീസ് ഉണ്ട്. ഓരോ ഡിസീസിൻ്റെയും കോസും സിംറ്റംസും പറഞ്ഞു മെൻഡേലിയൻ ഡിസോർഡർ ആണെങ്കിൽ. ഇനി ക്രോമോസോമൽ ഡിസോർഡേഴ്സ് ആണെങ്കിൽ നമ്മൾ അതൊക്കെ പറഞ്ഞു. മെയിനായിട്ട് പഠിക്കാനുള്ളത് ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം ആൻഡ് ക്ലൈനിഫെൽട്ടർ സിൻഡ്രോം. അത് ഓർത്ത് വെക്കേണ്ടത്, ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ 45A+ XX or XY വരും. ക്ലൈനിഫെൽട്ടർ ആണെങ്കിൽ 44A+ XXY. ടേണേഴ്സ് ആണെങ്കിൽ 44A+ X or XO എന്ന് പറഞ്ഞു, X0 ആണ്. അപ്പോൾ ക്ലൈനിഫെൽട്ടർ സിൻഡ്രോം ആണെങ്കിൽ 46 ക്രോമോസോമിന് പകരം 47 ഉണ്ടാവും. ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ 47 ക്രോമോസോം ഉണ്ടാവും. ടേണർ സിൻഡ്രോം ആണെങ്കിൽ 45 ക്രോമോസോംസ് ഉണ്ടാവും. നോർമൽ ആയിട്ട് വേണ്ടത് 44 ക്രോമോസോമാണ്. ഇവിടെ എന്ത് ചെയ്യും, ക്രോമോസോം നമ്പർ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥ. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏതൊക്കെ വെച്ചാൽ, അധികവും ചോദിക്കുന്നത് ഹീമോഫീലിയ, സിക്കിൾസ് അനീമിയ, ഫീനൽ കീറ്റോണൂറിയ, അതേപോലെ തന്നെ ഡൗൺ സിൻഡ്രോം, ടേണേഴ്സ് ആൻഡ് ക്ലൈനിഫെൽട്ടേഴ്സ്. ഈ കാര്യങ്ങൾ അധികം പരീക്ഷയ്ക്ക് വൺ വേർഡ് ടൈപ്പായിട്ടോ മറ്റു കാര്യങ്ങളോ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ക്രോമോസോമൽ ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസ് തരും, എന്നിട്ട് എന്ത് വരും, സിംറ്റംസ് ചോദിച്ചതിന് ശേഷമാണ് എന്ത് പറയുക, ഡിസീസിൻ്റെ പേര് ചോദിക്കും, അല്ലെങ്കിൽ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലെങ്കിൽ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറയും, ഏത് ഡിസീസും അതിൻ്റെ സിംറ്റംസ് എഴുതാൻ വേണ്ടി പറയും. സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ എത്രയേ പറയുള്ളൂ, 44A+ XO, നെയിം ദ ഡിസീസ് ആൻഡ് റൈറ്റ് ദ സിംറ്റംസ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, ജെനറ്റിക്സിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു എന്ന് അനലൈസ് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും. ഇതിൽ നമ്മൾ ഈ ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ശ്രദ്ധിക്കുക. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ ആദ്യം ഇമ്പോർട്ടൻ്റ് ടേംസ് ഇൻ ജെനറ്റിക്സ്, ഗ്രിഗർ മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്, പിന്നെയോ ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്, ക്രോമോസോമൽ തിയറി ബൈ സട്ടൺ ആൻഡ് ബോവറി, എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ബൈ TH മോർഗൻ, പിന്നെ ലിങ്കേജ് റീകോമ്പിനേഷൻ, പിന്നെ നമ്മൾ പഠിച്ചത് മ്യൂട്ടേഷനെ പറ്റി പഠിച്ചു, പെഡിഗ്രി അനാലിസിസ് പഠിച്ചു, ഡിസോർഡേഴ്സിൽ ക്രോമോസോമൽ ഡിസോർഡേഴ്സും അതേപോലെ തന്നെ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസും പഠിച്ചു. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ 3rd ചാപ്റ്റർ.